അതിന്റെ പുറകിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക് റിയർ അലോയ്സ് ആയാലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. KTM അലോയ്സിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന. അതേപോലെ ടയർ സൈസ് ആയാലും 180 നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ സെക്ഷനോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടെയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും എല്ലാം കൂടെ ഒരു ചെറിയ ഒറ്റ ഹോൾഡറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ടെയിൽ ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ടെയിൽ ലൈറ്റ് വരുന്ന ഒരു കസ്റ്റം ടെയിൽ ലൈറ്റ് ആണ് നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ വരുത്തിക്കുന്ന മെയിൻ ഒരു മാറ്റമാണ് ഈ ഒരു സ്വിംഗ് ആം. KTM സ്വിംഗ് ആമാണ് നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്വിംഗ് ആം വെക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് റിയർ സെറ്റ് നമുക്ക് മാറ്റേണ്ടി വരും. ഈ ഒരു സ്വിംഗ് ആമിൽ സ്യൂട്ട് ആവുന്നത് നമ്മുടെ KTM പാർട്സ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്, ചെയിൻ അഡ്ജസ്റ്റർ, അതേപോലെ സ്പ്രോക്കറ്റ്, സകല കാര്യങ്ങൾ നമ്മൾ KTM ആണ് ഇപ്പോൾ ഇതിനകത്ത് സ്യൂട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രം നമുക്ക് ഈ ഒരു സ്വിംഗ് ആം മാറ്റുമ്പോൾ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു റിവ്യൂ വീഡിയോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓണർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ ടാഗ് ലിസ്റ്റിലും കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.